ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ടാപ്പമല്ല, മുട്ടയപ്പമാണ്. കണ്ണൂരിൽ മുട്ടാപ്പം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്നാക്ക് ഉണ്ട്. ഇതല്ല, ഇത് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അപ്പമാണ് മുട്ടയപ്പം. അപ്പോൾ മുട്ട ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചാണ്. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ നിറയെ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് 3 മണിക്കൂർ വരെ ഒന്ന് കുതിർത്തിടണം. അപ്പോൾ അതിന് ശേഷമാണ് കഴുകി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ദോശക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്, സാധാ വെള്ളത്തിലാണ് ഇത് കുതിർത്തിടുന്നത്. അപ്പോൾ പച്ചരി നന്നായി കുതിർന്ന് വന്നതിന് ശേഷം ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ചോറ് ചേർക്കണം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം ചോറ് എടുക്കുക. ചോറ് 2 ടേബിൾ സ്പൂൺ നിറയെ എടുക്കുക. അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ചേർക്കുന്ന ചോറിൻ്റെ അളവും പിന്നെ നമ്മളിതിൽ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അപ്പം ഉണ്ടാക്കി വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ 1 കപ്പ് നിറയെ അരിയാണ് എടുത്തത്. അപ്പോൾ അതേ കപ്പിൽ തന്നെ 1 കപ്പ് നിറയെ എടുക്കാണ്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ കുറച്ച് ഈ കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കണക്കിൽ തന്നെ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവിൽ നിന്ന് ഒരല്പം തിക്കായി ഇരിക്കുന്ന പാകത്തിനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ പൂരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ നന്നായി തന്നെ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അപ്പം നന്നായി ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് എണ്ണയ്ക്കൊന്ന് മുകളിലോട്ടായിട്ട് കോരി ഒഴിച്ചെടുക്കാം. ഒരു സൈഡ് നന്നായി കുക്കായതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വട്ടം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കാം. തിരിച്ചിട്ട് വീണ്ടും തിരിച്ചിടുക, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ അപ്പത്തിന് നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ തവണ മാത്രമേ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ബാക്കിയെല്ലാം കൂടി ചുട്ടെടുക്കാം. അപ്പോൾ 1 കപ്പ് അരിയിൽ നമുക്ക് 10 അപ്പം വരെ ചുട്ടെടുക്കാം. ഈ ഒരപ്പം നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പം തന്നെയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.